ഹാഫ് ഡേ ഭയങ്കരപ്പെട്ട സിനിമയാണ്, സൂപ്പർ, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. പൃഥ്വിരാജ് പാറുകയാണ്, ഓസ്കാർ എല്ലാം കിട്ടും. നല്ല റഹ്മാൻ സാറിൻ്റെ പാട്ടൊന്നും വന്നിട്ടില്ല, പ്ലസ് അത്രയും ഭയങ്കര മെൻകെട്ട സിനിമയാണ്. എല്ലാവർക്കും ഇനി ഇങ്ങനത്തെ ഒരു സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കാൻ അറിയില്ല. മാത്രം നല്ല സിനിമയാണ്, എലസ്റ്റിക് ആൻഡ് ഫാൻറ്റസ്റ്റിക് ബ്യൂട്ടിഫുൾ സിനിമയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. പൃഥ്വിരാജ് സാറാൽ പാറുകയാണ്, ഭയങ്കരപ്പെട്ട് പാറുക. മരുഭൂമിയിൽ മാത്രം ഒട്ടകം കുറച്ച് കുറവാണ്, ആട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇനി ഫുള്ള് കണ്ട ശേഷം ഈ സിനിമയെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ഹോ ഹോ ബൈ. ഇതുവരെ നല്ല ഫിലിമായിരുന്നു. പക്ഷെ ലാഗൊക്കെ ഉണ്ട് എവിടെയെങ്കിലും, പക്ഷേ ലാഗ് ഉണ്ടാവും. അതെന്തായാലും സർവൈവൽ സ്റ്റോറി ആയതുകൊണ്ട് ലാഗ് ഉണ്ടാവും. പക്ഷെ ഒട്ടും മുഷ്പ് വന്നില്ല, മടുപ്പ് വന്നില്ല. ഇതുവരെ അടിപൊളിയാണ്. അത് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ആ ട്രാൻസിഷൻ ഇനിയും ട്രാൻസിഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്ര വരെയുള്ള ട്രാൻസിഷൻ അടിപൊളിയാണ്, ഭയങ്കര ഇമോഷണലായിട്ട് ടച്ചാകും. മതി. അടിപൊളിപ്പാടായിരുന്നു. ഫസ്റ്റ് ആർട്ട് വർക്കും ഡയറക്ഷനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണല്ലോ നല്ല സുഖമുണ്ട് കേട്ടിരിക്കാൻ. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എടുത്തേക്കണം. അതുപോലെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവാത്ത രീതിയിലാണ് എടുത്തേക്കണം. അതുകൊണ്ട് അതുപോലെ തന്നെയാണ്, കറക്റ്റാണ് അതുപോലെ എടുത്തേക്കണത്. അത് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കണ്ടങ്ങനെ ഇരിക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ലോ ഉണ്ടായിരുന്നു, പക്ഷേ ഓൾറൗണ്ട് പടം നല്ലതാണ്. പൃഥ്വിരാജിൻ്റെ ആക്ടിങ് സൂപ്പറാണ്, ഓസ്കാർ വല്ല ഉറപ്പാണ്. പിന്നെ മ്യൂസിക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്ക്സും മറ്റേ ബേർഡ് സീക്വൻസ്, സ്പെഷ്യൽ സീൻസും ട്രാൻസിഷൻസ് ഒക്കെ നല്ലോണം എടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി മറ്റേ ഒരു ഗ്ലാസിൻ്റെയൊക്കെ ഒരു സീനുണ്ട്, അതൊക്കെ നല്ലോണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ മ്യൂസിക്കാണ്. അവിടെ BGM സോങ്സും ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ്, ഹിറ്റാണ്. ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്. ഇത് കുറേശ്ശെ നമുക്ക് ഇമോഷണലി നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ ഓസ്കാർ കിട്ടും. പിന്നെ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബ്ലസ്സി സാറിൻ്റെ സംവിധാനം എടുത്ത് പറയേണ്ടതാണ്. അതേപോലെ തന്നെ റിസൾട്ട് കിട്ടിയാണ് ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത്, അതും എടുത്ത് പറയേണ്ടതാണ്. AR റഹ്മാനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. എല്ലാം എന്തുകൊണ്ട് മികച്ചതാണ്. നമ്മൾ ഈ കാണുന്നത് ആ സിനിമയ്ക്കൊപ്പം നമ്മുടെ മനസ്സ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. മനസ്സ് പോയി നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റ് ആവുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് തന്നെ ഇഷ്ടപ്പെട്ടു. ഇനി സെക്കൻഡ് ഹാഫ് എന്താവണമെന്ന്, ലാസ്റ്റ് എങ്ങനെ എസ്കേപ്പ് ആവുമെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ജിജ്ഞാസയുണ്ട്. അത് കാണാൻ വേണ്ടിയിരിക്കുക. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.